അപ്പോൾ സ്ത്രീയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു പഠന വിഷയമായ ഒരു സ്ത്രീയെ എടുത്തു വെച്ചു, ഒരു പെൺകുട്ടിയെ എടുത്തു വെച്ച് ആ കുട്ടിയുടെ മാനസിക നിലവാരങ്ങൾ, മാനസിക നില അളന്ന് അല്ല ഒരു നോവലിന് ഫിക്ഷൻ്റെ ഒരു വിശാലമായ സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്ത് നമുക്കൊരു വ്യക്തിയെ എടുക്കാം, അനവധി വ്യക്തികളെ എടുത്തിട്ടാണ് നമ്മളൊരു കഥാപാത്രത്തെ മേക്ക് ചെയ്യുന്നത്. പലപ്പോഴും ഒരു അനവധി വ്യക്തികളെ റെഫറൻസ് എടുത്തിട്ടായിരിക്കും നമ്മൾ കഥാപാത്രത്തെ മേക്ക് ചെയ്യുന്നത് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ട ആദ്യ സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ സഹോദരനും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ വീട്ടിൽ ആരായിരുന്നു എന്നുള്ള തോന്നലാണ്. ആ സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ അമ്മയിലാണ്. പിന്നെ എൻ്റെ സ്കൂളിടങ്ങളിൽ, എൻ്റെ പഠനയിടങ്ങളിൽ കാണപ്പെടുന്ന സ്ത്രീകളുണ്ട്, എൻ്റെ പ്രണയിനികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇവരിൽ നിന്നെല്ലാം സാംശീകരിച്ച കുറേയധികം എലമെൻറ്റുകൾ ചേർന്നാണ് ഭദ്ര എന്നൊരു കഥാപാത്രം ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഫിക്ഷൻ്റെ സ്വാതന്ത്ര്യം കൊണ്ടിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടും നമ്മുടെ സമൂഹവും ഒന്നും അത്ര വലിയ പുരോഗമനപരമായി നടന്നു തുടങ്ങുന്നത് എനിക്ക് വലിയ ചിന്തയൊന്നുമില്ല. നമുക്കിപ്പോഴും നവോത്ഥാനം ഇനിയും വരേണ്ട ഒന്നിൻ്റെ പേരാണ് നവോത്ഥാനം എന്ന്. ഇപ്പോഴും നമുക്ക് വിദ്യാഭ്യാസപരമായ നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൻ്റെ പരമായിട്ടുള്ള കാര്യം, വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ നമുക്കിപ്പോഴും ഒരു വസ്ത്രം ധരിക്കുവാൻ സ്വാതന്ത്ര്യം കിട്ടിയത് ഏതറ്റം വരെ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അല്ലെങ്കിൽ വേറെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണെങ്കിൽ കൂടി അങ്ങനെ അസ്വാതന്ത്ര്യം എന്നൊരു സാധനം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ ഇങ്ങനെ വല്ലാണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്.